എനിക്കൊരു പഴം തന്നു, ഒരു പൂവമ്പഴം, ഉലുക്കാത്തൊരു പൂവമ്പഴം. ഇത് ഞാനത് കിട്ടിയ പാടെ തന്നെ ഉലിച്ച് തിന്നു കഴിഞ്ഞ് ലാസ്റ്റ് വായെന്ന് എനിക്ക് കിട്ടുന്നത് ഈ മഞ്ചാടി കുഞ്ഞുകുരുവാണ്. ഇത് കിട്ടിയ സമയത്ത് എനിക്കൊരു പ്രത്യേക എന്താ, നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നീ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം, കണ്ണിനും കണ്ണായൊരുണ്ണിക്കു തിരുമുന്നിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഗുരുവായൂരപ്പൻ എനിക്ക് തരുന്ന അനുഭവം പലതും ഞാൻ പറഞ്ഞു. ഈ അടുത്തൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആകെ 10 രൂപയുണ്ട്. ഈ സമയം ഈ പറഞ്ഞ വിഷ്ണു നമ്പൂരി എന്നോട് മൂകാംബികയിൽ പോകാനായിട്ട് അവർ ഒരു പരിപാടി ഇട്ട്, ഈ പ്രൊഡ്യൂസറും സാറും തിരുമേനി കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് മൂകാംബികയിൽ പോകാനായിട്ട് സാറ് എന്നെയും കൂടി ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം എൻ്റെ ഈ പേഴ്സിനകത്ത് ആകെ 10 രൂപയുണ്ട്. ഞാൻ പറഞ്ഞു തിരുമേനി എൻ്റെ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഈ പൈസ ഉള്ളപ്പോൾ ഞാൻ മൂകാംബിക പോകാം, ഇപ്പം നിങ്ങൾ പോകും എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ അങ്ങനെ സത്യത്തിൽ എനിക്കൊരു വിഷമത്തോടു കൂടി ഞാൻ എൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം മുമ്പ് എടുത്ത ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ തബൂക്ക് അടിക്കുന്ന ഒരു മെഷീൻ എൻ്റെ വീടിന് മുന്നിൽ തന്നെ ഞാൻ ഫിറ്റ് ചെയ്തേക്കും. അതെടുത്ത് മാറ്റാത്തതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ ശാപം പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ സാധനത്തിന് പലവരോടും ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു സംഭവം അന്നത്തെ ദിവസം ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ എൻ്റെ ഫോണിലൂടെ വിളിക്കുന്നതാണ് ആ ഫാക്ടറിക്കാർ ഈ മെഷീന് വേണ്ടി. ഞാൻ ഉടനെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ചെന്ന് ഈ മെഷീൻ കച്ചവടമല്ലോ. കൂടാതെ തന്നെ പിന്നെ ഒരു ദിവസം എൻ്റെ പൈസ ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മകനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് പൈസ അയച്ചു തരാനായിട്ട് വിളിക്കാം എന്ന് കരുതി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത ദിവസം അന്ന് എനിക്ക് അടിച്ചത് 5000 രൂപ ഒരു ലോട്ടറി അടിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഭഗവാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പിന്നെ പരീക്ഷണങ്ങൾ കണ്ടമാനം ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് നിന്ന് ഭഗവാൻ ഇത് ടെസ്റ്റാണ്, ഈ ടെസ്റ്റിലെല്ലാം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എത്തന്തോർത്ത് എത്തിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1.5 വർഷം ഞാൻ നിന്ന് എന്നോട് കമ്പനിയിൽ പലരും എന്നോട് ചോദിച്ചത്, ഈ കമ്പനിയുടെ അക്കൗണ്ടേഷൻ മാറുമ്പോൾ മണിസ്വാമി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ടേഷൻ മാറുന്ന സമയത്ത് ഞാൻ ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഭഗവാൻ എനിക്കൊരു വഴി കാണിച്ചു തരും. പക്ഷേ അക്കൗണ്ടേഷൻ മാറുന്നതിന് 5 ദിവസം മുമ്പാണ് ഞാൻ ഈ പ്രൊഡ്യൂസറായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് ഈ റൂം എടുത്തു തരുന്നതും. റെൻറ്റിനാണ് എടുത്ത് തന്നേക്കണം. റെൻറ്റ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്വന്തമായിട്ട് ഞാൻ വർക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ എൻ്റെ ഇനിയുള്ള ജീവിതങ്ങളും ഗുരുവായൂർ ഭഗവാന്റെ ഈ മണ്ണിൽ തന്നെ ഇരിക്കണം, മരണം വരെ ഇവിടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഭക്തിയെപ്പറ്റി മറ്റുള്ളവരോട് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളണമെന്ന് ഇല്ല. കാരണം മറ്റെന്ത് പറയണമെങ്കിലും അവൻ ബുദ്ധിമാനായിരിക്കാം. ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമാനായിട്ട് ആളുകൾ ചിത്രീകരിക്കത്തില്ല, ബെൻഡലായിട്ടേ കാണത്തുള്ളൂ. ഇന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഊണ് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ എനിക്കൊരു സാറുണ്ട് കോഴിക്കോട്. ആ സാറുമായിട്ട് ഞാൻ സംസാരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിന്ന ക്യൂ വിട്ടുപോയി. രണ്ടാമത് ഞാൻ ക്യൂവിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് എന്നെയും വേറെ ഒരു തമിഴൻ എൻ്റെ പുറകിലുണ്ട്. ഞങ്ങളിങ്ങനെ അവസാനം കട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് കയറി ഞങ്ങൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പറഞ്ഞ് നമ്മളെ ഏറ്റവും ലാസ്റ്റ് നമ്മളാണല്ല എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റിന് അതിന് മുന്നിലുള്ളത് ഇലയിലാണ് ഞാനിരിക്കുന്നത്, അത് തൂശനിലയായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഇതാണ്, മണിസ്വാമിക്ക് അർഹതപ്പെട്ടതാണിത്, ഇത്രയും ഈ ലൈനിൽ വല്ല തൂശനിലയുണ്ടാകും.
അപ്പോൾ അത് ഭഗവാന്റെ ഒരു ഇതാണ്. അപ്പോൾ എന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ്. അതെനിക്ക് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. എനിക്കിപ്പോൾ എന്ത് കാറ്റ് വരുന്നോ അല്ലെങ്കിൽ ഒരു തട്ട് വരുന്നോ എന്തെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റേതാണെന്ന് മാത്രം, ഭഗവാന്റെ ഇതുകൊണ്ട് മാത്രം സംഭവിക്കണമെന്ന് എനിക്കറിയാം. 3 സ്ത്രീകൾ ഇങ്ങനെ വന്ന് നിൽക്കണേണ്. അപ്പോൾ എനിക്കത് കത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിളക്ക് കത്തിക്കാൻ ഞാൻ നിന്ന് കത്തിച്ചെന്ന് വെച്ചാണല്ല. അപ്പോൾ അവർ വന്നതങ്ങനെ നിന്നത് മനഃപൂർവ്വം എന്നെ കത്തിപ്പിക്കാണ്ടിരിക്കാനാണല്ലോ. ആ ഒരു പരാജയമോ എന്തോ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് കിട്ടുന്ന പണി തൃശ്ശൂരാണ്. അപ്പം ഞാനും സൂപ്പർവൈസറുമായിട്ട് സാധാരണ പോകാറുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ 1.25 മണിക്കൂർ പിടിക്കും വൺ സൈഡ് ഞങ്ങൾക്ക് 2 വീലറിന്. അപ്പോൾ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ തൃശ്ശൂർ വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ എനിക്ക് 5 മണിക്ക് മുമ്പായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോഴും. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി തരും. ഞാനിവിടെ നിന്ന് കുളിച്ച് നേരെ അമ്പലത്തിനകത്ത് കയറും, ദീപം കത്തിക്കും. ദീപാരാധന കഴിഞ്ഞ് ഊണ് കഴിച്ചാണ് ഞാൻ റൂമിലേക്ക് ചെല്ലുന്നത്. അന്ന് എനിക്ക് മനസ്സുകൊണ്ട് എന്തായാലും അവർ കത്തിക്കാനുണ്ടല്ലോ, ഭഗവാനെ ആരും കത്തിച്ചാലും മതി, വെട്ടം കിട്ടിയാൽ മതിയല്ല എന്ന് കരുതി ഞാൻ ഇത്തിരി ബ്രേക്ക് ഇട്ട്. അപ്പോൾ ഞാൻ ധൃതിയൊന്നും പിടിച്ചില്ല. ദീപാരാധന സമയത്ത് എത്താൻ മതിയല്ല എന്ന് കരുതി ഞാൻ പറഞ്ഞു, ഒരു പണി ഇനിയിപ്പോൾ അമ്പലത്തിലോട്ട് കയറണം, നമുക്ക് നേരെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 1/2 മണിക്കൂർ പിന്നെയും കിടക്കുന്നു ദീപം കത്തിക്കാനുള്ള. 1.25 മണിക്കൂറിന് വരുന്ന ഞങ്ങൾക്ക് കിട്ടിയത് 3/4 മണിക്കൂറിൽ ഞങ്ങൾ റൂമിലെത്തി. അങ്ങനെ പിന്നെ ഞാൻ മുമ്പും പുറം നോക്കിയില്ല. ഞാൻ ഓടിപ്പടഞ്ഞ് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കാൻ ചെല്ലുമ്പോൾ തലേ ദിവസം ഉണ്ടായിരുന്ന സ്ത്രീകൾ ആരുമില്ല. വിളക്കിൽ തിരിയുമില്ല. സാധാരണ 5 തിരിയുള്ള വിളക്കാണ്, തിരിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം സ്ത്രീകളില്ല. 3 തിരി എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോരോ ഇതും ഭഗവാന്റെ ഓരോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഓരോ ദിവസങ്ങളും ഭഗവാനിലേക്ക് അടുത്തടുത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുൻപ് ഒരു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചില പരാതികളുണ്ടായിരുന്നു, ഞാൻ വൈഫും കുടുംബമായിട്ട് അകന്നിരിക്കണമെന്ന്. അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ. ഇന്നിപ്പോൾ തറവാട് എനിക്കിതും ജസ്റ്റ് നമ്മളൊന്ന് വീട്ടിൽ പോവുക, അത്യാവശ്യം കാര്യങ്ങൾക്ക് പോവുക, വരിക. ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. പരാതികൾ പലതും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ബിസിനസ് നടത്തി എനിക്ക് സ്റ്റാർട്ടിങ്ങിന് തന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നെ അത് തുറന്നുകൊണ്ട് പോകണമെന്ന് ഞാൻ കരുതിയപ്പോൾ എന്നോട് ഞാറക്കൽ ബാലഭദ്ര ക്ഷേത്രത്തിലെ രാജശാന്തി എന്നോട് പറയുന്നതാണ്, ഇനി 5 പൈസ മുടക്കി മണിസ്വാമി ഒന്നിന് നിൽക്കല്ലേട്ടാ എന്ന് പറയുന്നു. അങ്ങനെ ആ ആഴ്ച എനിക്ക് ഒരു 35,000 രൂപ നഷ്ടം വന്നു. പിന്നെ ഞാൻ മുമ്പും പുറം നോക്കിയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വരിക, ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ ഇനി എൻ്റെ അടുത്തുള്ള ലൈഫ് എന്നുള്ള ഇത് വെച്ച് ഞാനിവിടെ വന്നു. 4 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് വീഡിയോ കോലാടി കിടന്ന് 4ാമത്തെ ദിവസം ഞാൻ കിഴക്കേ നടയിൽ നിന്ന് വണ്ടി കയറുന്നതാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. എനിക്കൊരു പണി കിട്ടാണ്ട് ഞാൻ ആകെ വിഷമിച്ച് പോകാമെന്ന് കരുതി ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരു ബിൽഡിങ് പണിയുന്നുണ്ടായിരുന്നു ഇവിടെ പന്തായി ക്ഷേത്രത്തിനോട് ചേർന്ന്. എനിക്ക് ബിൽഡിങ്ങിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. സിവിൽ എഞ്ചിനീയറോ ഒന്നുമല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കാണിച്ച്, കാരണം ഞാൻ ഒരു 13 കൊല്ലം ഗൾഫിൽ പ്ലംബറായിരുന്നു, മാലിദ്വീപിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും പിന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് എല്ലാമായിട്ടാണ് ഞാൻ വന്നത്. എനിക്കെന്തായാലും ആ ബിൽഡിങ്ങിൽ ചെന്ന് ഞാൻ പ്ലംബറായിട്ട് എനിക്ക് ജോലി കിട്ടി ഒരു 1.5 വർഷം. അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഞാൻ രാവിലെ വന്ന നാൾ തുടങ്ങി അമ്പലത്തിൽ രാവിലെ 3:30 മണി അടുപ്പിച്ച് ഞാൻ വരും. അപ്പോൾ എൻ്റെ റൂം ഒരു പെരുന്തട്ട ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു 12 മിനിറ്റ് നടക്കണം.
ആദ്യം ഡ്യൂട്ടിക്ക് കയറുന്നത് വലിയ ഏകാദശിയുടെ തലേദിവസമാണ് ഞാൻ. ഏകാദശിയുടെ ദിവസം രാവിലെ തന്നെ ഞാൻ വെളുപ്പിന് 3:30 മണിക്ക് അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വരുമ്പോൾ പടിഞ്ഞാറ് സൈഡിലൂടെ വരികയാണ് രാത്രി വെളുപ്പാങ്കാലത്ത്. അവിടെ നിന്ന് ഞാൻ കിഴക്കേ സൈഡിലോട്ട് മാറുകയും ഒരു ഓട്ടോറിക്ഷ വന്ന് ഞാൻ നടന്ന ഏരിയ ഒരു 10-12 മീറ്റർ ഇടിച്ച് തകർത്ത് എൻ്റെ മുമ്പിൽ മറിയണേണ്. അത് എന്നെ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു അപകടം, മരണം. അത് ആ സമയത്താണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ വന്ന് പെട്ടതെന്ന് എനിക്ക് അപ്പോഴേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും. അതിനുശേഷം പിന്നെ ഞാൻ രാവിലെ വന്ന് 1.5 മണിക്കൂർ ഇവിടെ ഭജന നടത്തുന്ന അവരുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ട് പോകും. വൈകുന്നേരം വന്ന് വിളക്ക് കത്തിക്കാനായിട്ട് നിൽക്കാറുണ്ട്. ഭഗവാന്റെ തൂക്കുവിളക്ക് മുഴുവനും ഞാൻ കത്തിക്കുന്നത്. ആ സമയത്തൊന്നും ആളുകളില്ലാത്തൊരു സമയം, തിരക്കില്ലാത്ത സമയം, കൊറോണ തീരാറായ സമയത്താണ് ഞാൻ വന്നത്. അങ്ങനെ ആ വിളക്ക് കത്തിക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്ക് കത്തിച്ച് സാധാരണ ഈ കൂത്തമ്പലത്തിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് ആളുകൾ ഇരിക്കുന്ന, ഭക്തന്മാരിരിക്കുന്ന ആ ഏരിയ ഞാൻ ഇരിക്കാറുണ്ട്. ഒരു ദിവസം വൈശാഖ മാസം ആദ്യ വ്യാഴാഴ്ച കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ ഒരു വർഷമായി, അവിടെ ഒരു കാർന്നൂര് ഇരുന്ന് പഴം തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണല്ലോ എന്ന് കരുതി ഞാനവിടെ പോയിരുന്നു. കാർന്നൂര് എനിക്കൊരു പഴം തന്നു, ഒരു പൂവമ്പഴം, ഉലുക്കാത്തൊരു പൂവമ്പഴം. ഇത് ഞാനത് കിട്ടിയ പാടെ തന്നെ ഉലിച്ച് തിന്നു കഴിഞ്ഞ് ലാസ്റ്റ് വായെന്ന് എനിക്ക് കിട്ടുന്നത് ഈ മഞ്ചാടി കുഞ്ഞിക്കുരുവാണ്. ഇത് കിട്ടിയ സമയത്ത് എനിക്കൊരു പ്രത്യേക എന്താണ് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു വൈബ്രേഷനായി പോയി. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ആദ്യം ഞാൻ കരുതി ഇത് കല്ലായിരിക്കാം അല്ലെങ്കിൽ കറുത്ത കുരുവായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ എടുത്ത് നോക്കിയത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചോപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഇതായി. എങ്കിൽ തന്നെ ഞാൻ അന്നേരത്ത് തന്നെ എൻ്റെ നാട്ടിലുള്ള ശാന്തിക്കാരെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അത് സൂക്ഷിച്ചു വെക്കണേ സ്വാമി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിട്ട്. പക്ഷേ ഇത് ഭഗവാന്റെയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം വ്യാഴാഴ്ച രാത്രി എനിക്കിത് കിട്ടുന്നു. വൈശാഖ മാസം ആദ്യ വ്യാഴാഴ്ച രാത്രി എനിക്ക് കിട്ടുന്നു. വെള്ളിയാഴ്ച ദിവസം ഞാൻ ഊണ് കഴിക്കാനായിട്ട് ചെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് മാത്രം ഇലയില്ല ഊണ് കഴിക്കാനായിട്ട്. അങ്ങനെ ശരത്ത് കൊണ്ടുവന്ന ഒരു ഇലയിട്ട് തന്നെയാണ്, ഒരു തൂഷനല്ല. പുള്ളിയാണല്ലോ ഇവിടുത്തെ മെയിൻ. അങ്ങനെ പുള്ളി എനിക്കത് 2 ചെറുകറികളും വിളമ്പി തന്നെയാണ്. ഞാൻ ആർക്കും വിളമ്പി കൊടുക്കുന്നത് ചേർത്ത് വിളമ്പി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തോ എനിക്ക് ഒരു ഇത്. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം ഞാൻ ഉച്ചക്ക് ഊണ് കഴിക്കാൻ തന്നെയാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ 2 വർഷത്തോളമായി ഭഗവാന്റെ ഭക്ഷണം കഴിക്കണേ ഞാൻ. അങ്ങനെ ഉച്ചക്ക് വന്ന് ഞാൻ ഊണ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്നും ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ പുറകിൽ നിൽക്കുന്നു, ഞാൻ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ പഴത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ഈ കുന്നിക്കുരു കിട്ടിയിരുന്നു. എടുത്ത വായിക്കും പുള്ളി പറഞ്ഞത് അത് അന്ധവിശ്വാസമാണെന്ന്. പിന്നെ നമുക്ക് അത് തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമില്ല, അവിടെ വെച്ച് നിർത്തി. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തോട്ട് കയറുന്നു, വാതിലടക്കുന്നു. അതേസമയം ഒരാൾ കൂടി കയറിയിരുന്നെങ്കിൽ എനിക്ക് ആ വിശ്വാസം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഭഗവാനെ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് ഭഗവാൻ തന്നെയാണ്. കാരണം അത് പറഞ്ഞ് ഞാൻ കയറുന്നു, പുള്ളിക്ക് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പന്തിക്ക് കയറാം. അവർക്കത് അത്ര സീരിയസ് ആയിട്ട് എടുത്തല്ല, പക്ഷെ അത് എൻ്റെ മനസ്സിൽ കൊണ്ട്. ഇതിന് ശേഷം ഉണ്ടായേക്കണ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ ചിങ്ങമാസത്തിലെ മൂലം നാളാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ ഇവിടെയുള്ള മിക്ക ക്ഷേത്രങ്ങളിലും പോയി ശയനപ്രദക്ഷിണവും നടത്തി. ഞാൻ പോയി ഊണ് കഴിക്കാതിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരു തിരുമേനിയാണ് വിഷ്ണു നമ്പൂരി ഇവിടെ ഇരിക്കുന്ന. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഫസ്റ്റ് ഡേ തന്നെ പുള്ളിയുടെ പോയി നോക്കിക്കാൻ ചെല്ലുമ്പോൾ പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ജന്ന ടൈം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു ജന്ന ടൈമില്ല, എന്നാൽ പിന്നെ നോക്കിക്കണ്ട എന്ന് പറഞ്ഞു. അത് എന്തോ എനിക്ക് പുള്ളിയായിട്ടൊരു പ്രത്യേക ഒരു ഇതായിട്ട് എനിക്ക് തോന്നി, പുള്ളിയുടെ ഇത്. അതിനുശേഷം ഞാൻ പലവട്ടം പുള്ളിനെ പോയി കാണാനായിട്ട് പോയിട്ടും പുള്ളിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചാണ്. കണ്ട് എൻ്റെ അരികത്ത് വന്നിരിക്കുന്നത് എനിക്ക് പുള്ളിയാണെന്ന് അറിയത്തില്ല.
പുള്ളി ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത ഭാഗത്തൊരു ഇല ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഇലയിൽ വന്നിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് എല്ലാവരും വലിയ ഇല നോക്കി പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വലിയ ഇല നോക്കി പോയിരിക്കുന്ന ആ ഡയലോഗിൽ ഞാൻ പുള്ളിനോട് ചോദിച്ചത് സ്വാമി എവിടെയാണെന്ന് വീട്. അപ്പോൾ പറഞ്ഞു ഞാൻ പറവൂരായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ വിഷ്ണു നമ്പൂരിയാണ്. അതെനിക്കപ്പോൾ ഒരു എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സമയം നോക്കാനായിട്ട് ചെന്ന ഒരു ജ്യോത്സ്യനാണ് എൻ്റെയാണ്. ആ ജ്യോത്സ്യൻ്റെ ഈ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് സ്വാമിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് കരുതുന്നു. ചിലപ്പോൾ എൻ്റെ സമയം മാറാനായിരിക്കും ഇന്നിപ്പോൾ ഈ ഇന്ന ആളുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ഇത് വന്നത് എന്ന് പറഞ്ഞു.